ബിഗ് ബോസിന്റെ എക്കാലത്തെയും ക്ലാസിക് ഗെയിമുകളിലൊന്നാണ് ഹോട്ടൽ ടാസ്ക്. എല്ലാ സീസണിലും അടിപൊളിയായിട്ടുള്ള ഹോട്ടൽ ടാസ്ക് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നലെയാണ് ഹോട്ടൽ ടാസ്ക് ആരംഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 1ന്റെ വിന്നറായ സാബുമോനായിരുന്നു. ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ഹോട്ടൽ ടാസ്കിന് വേണ്ടി കാത്തിരുന്നത്. എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആ ഹോട്ടൽ ടാസ്ക് ഉയർന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് മറ്റാരുമല്ല, ബിഗ് ബോസ് സീസൺ 1ലെ കണ്ടസ്റ്റന്റ് ആയിരുന്ന ശ്വേത മേനോനാണ്. സാബുവിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചൊരു സാധനം കിട്ടിയില്ല എങ്കിലും വരും ദിവസങ്ങളിൽ അതുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ശ്വേത മേനോൻ വന്ന് ഒരു കലക്കുന്നുണ്ട്. വന്ന ഉടൻ തന്നെ ഡെന്നിന്റെ റൂമാണ് ശ്വേത കൈയടക്കുന്നത്. ജിൻഡോ, ശ്രീതു, അർജുൻ എന്നിവരാണ് ഡെൻ ടീമിലുള്ളത്. വരുന്ന ഗസ്റ്റിന് അവർ തെരഞ്ഞെടുക്കുന്ന ഏത് റൂം വേണമെങ്കിലും ചൂസ് ചെയ്യാം. ആ റൂം ഗസ്റ്റിനായിട്ട് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റൂമിലുള്ള സാധനങ്ങളൊന്നും തന്നെ എടുത്ത് മാറ്റാൻ പാടില്ല എന്നാണ് ശ്വേത വന്നുടനെ തന്നെ പറഞ്ഞത്. ജിൻഡോയുടെയും അർജുന്റെയും ശ്രീതുവിന്റെയും തിങ്സ് ഒക്കെ റൂമിന്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ബിഗ് ബോസിന്റെ ഹൈലൈറ്റ് തന്നെ ശ്വേതയുടെ വരവ് തന്നെയാണ്. കൂടെ ഒരു ഡയമണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ടീമിനായിരിക്കും ചിലപ്പോ ആ ഡയമണ്ട് കൊടുക്കുക. എന്തായാലും ഇന്നലത്തെ ടാസ്കില് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളത് ജിൻഡോയുടെ ടീമായിരുന്നു. അവർ ഓവറാക്കാനും കൊളവാക്കാനും പോയില്ല. എടുത്ത് പറയത്തക്ക ഒന്നും തന്നെ ഇന്നലത്തെ ഹോട്ടൽ ടാസ്കിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ശ്വേതയുടെ വരവിന് പിന്നാലെ അടുത്തതായി രഞ്ജിനി ഹരിദാസ് വരണമെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. രഞ്ജിനി വരികയാണെങ്കിൽ അതൊരു സ്ട്രോങ് വോയിസ് തന്നെയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.